ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും കൂട്ടുകാരാണെങ്കിലും കുറേ ആൾക്കാർ പറയുന്നത് ഭയങ്കര പാടുള്ള സംഭവമാണ്. അതൊക്കെ സോൾവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അതൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് മാറ്റാം. നമുക്ക് ഈസി പീസി ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാം. എന്നാൽ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാംഗിൾസിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയണം. ഒരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. നമുക്കത് ആദ്യത്തെ ചോദ്യം, ഷോ ദാറ്റ് ഈച്ച് ആംഗിൾ ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. എന്താണ്? ഈ തന്നിരിക്കുന്ന റെക്റ്റാംഗിളിലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? 90 ഡിഗ്രി ആവും. ഓക്കെ, ഒബ്വിയസ്ലി റെക്റ്റാംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, റെക്റ്റാംഗിൾ ഈസ് എ പാരലലോഗ്രാം ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഒരു പാരലലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നോക്കാം. ഹിയർ ABCD ഈസ് എ പാരലലോഗ്രാം. ABCD ഒരു പാരലലോഗ്രാം ആണ് ഇവിടെ. ഇനി പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിൽ ചെയ്തു പോവാം. വളരെ ബേസിക് ആയിട്ട് കോമൺ ലോജിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം 2 സ്റ്റെപ്പിൽ പരിപാടി തീരും. എന്തെന്നാൽ പാരലലോഗ്രാമിനെ സംബന്ധിച്ച് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ട്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്. അതിൽ ഞാൻ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എടുക്കുന്നു. ലെറ്റ് ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. ഒരു റെക്റ്റാംഗിൾ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. അതിൽ ഒരു ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ലെറ്റ് ആംഗിൾ ഡി ഈസ് 90 ഡിഗ്രി. നമുക്കറിയാം കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ കാണപ്പെടുന്ന 2 ആംഗിൾസ്, അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ആണേ, അങ്ങനെയാണെങ്കിൽ ഒരേ സൈഡിൽ കാണുന്ന 2 ആംഗിൾസിലെ ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? കോ ഇന്റീരിയർ ആംഗിൾ. എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ്. അതിൽ ആംഗിൾ ഡി 90 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ എ ഒബ്വിയസ്ലി എത്ര വരും? 180 മൈനസ് 90 വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീർന്നേ? അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി. സിമിലർലി വി ക്യാൻ ഷോ ദാറ്റ് ആംഗിൾ ബി, ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ദാ ഇവിടെ 2 ആംഗിൾ ഉണ്ട്. ദാ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ആ കാണുന്ന ആംഗിളിനെ നമ്മൾ എന്തെന്ന് പറയും? കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയും. നമുക്ക് എഴുതാം കോ ഇന്റീരിയർ ആംഗിൾ. അതിൽ ആംഗിൾ ഡി എത്രയാണ്? 90 ഡിഗ്രി ആണ്. ആംഗിൾ ഡി 90 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി ആംഗിൾ സിയും എന്തേ വരുള്ളൂ? 90 ഡിഗ്രി വരുള്ളൂ. ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു 180 minus 90 which is equal to 90 degree. Similarly, we can show that angle B is also equal to 90 degree. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു റെക്റ്റാംഗിളിന്റെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ റെക്റ്റാംഗിളിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ആദ്യത്തെ സെഷനിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു ക്വാഡ്രിലാറ്ററൽ വന്നു. ആ ക്വാഡ്രിലാറ്ററലിന്റെ സബ് ഡിവിഷൻ ആയിട്ട് ഒരു പാരലലോഗ്രാം വന്നു. ഈ പാരലലോഗ്രാമിൻ്റെ സബ് ഡിവിഷൻ ആയിട്ടാണ് ഒരു റെക്റ്റാംഗിൾ വന്നത്. എന്താണ്? ഒരു പാരലലോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ദാറ്റ് ഈസ് എ റെക്റ്റാംഗിൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റെക്റ്റാംഗിളിൽ വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞത് എന്താണ്? ഒരു റെക്റ്റാംഗിളിൻ്റെ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത പ്രൂഫിലോട്ട് പോകാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പ്രൂഫ് കേട്ടോ. കാരണം ഒരു ലോജിക്, കോമൺ ലോജിക് ഉണ്ടാവണം. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
if the diagonal of a parallelogram are equal, then show that it is a rectangle. ഒരു പാരലലോഗ്രാം, സപ്പോസ് ഇതൊരു പാരലലോഗ്രാം ആണ്. ഈ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ഈ കാണുന്ന പാരലലോഗ്രാം റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്താ പറഞ്ഞേ? If diagonals of a parallelogram are equal, then show that it is a rectangle. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഇത് റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഡയഗണൽസ് ഈക്വൽ ആണ്, റെക്ടാംഗിൾ ആകണം. റെക്ടാംഗിൾ ആകണം എങ്കിൽ എന്താണ് കണ്ടീഷൻ? റെക്ടാംഗിൾ ഈസ് എ പാരലലോഗ്രാം. ഓക്കെ, റെക്ടാംഗിളിന്റെ ഡെഫിനിഷൻ എന്താ? റെക്ടാംഗിൾ ഈസ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം ആണ്. അതില് വൺ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇതെന്തായാലും ഒരു പാരലലോഗ്രാം ആണ്. ഈ പാരലലോഗ്രാം റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ഒരു ആംഗിള് 90 ഡിഗ്രി കൊണ്ടുവരണം അല്ലേ? ഇതിലേതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് പറയാം? ഈ കാണുന്നത് റെക്ടാംഗിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ഫിഗർ നാം വരച്ചിരിക്കുന്നത് പാരലലോഗ്രാം തന്നെയാണ്. ഈ പാരലലോഗ്രാം റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, for that purpose we are considering two triangles, triangle ABD. Okay, first of all, ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ പോവാവുന്നൊരു പാറ്റേൺ ഉണ്ട്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എടുത്തെഴുതാം. ഗിവൻ, ഈ തന്നിരിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. The diagonals of a parallelogram are equal. ഇതിനകത്ത് ഡയഗണൽസ് ഏതൊക്കെയാണ് ഡയഗണൽസ് വരിക? ഇവിടെ എ ബി സി ഡി. ഇതിൽ ഡയഗണൽസ് ഏതൊക്കെയാണ്? എ സിയും ബി ഡിയും ആണ് എന്ത് ഡയഗണൽസ് വരിക. അപ്പൊ ഗിവൻ AC equal to BD, diagonals of this parallelogram are equal. Diagonals equal ആണ് എങ്കിൽ we have to prove that, then show that എന്താണ്? It is a rectangle. To prove ചെയ്യേണ്ട കാര്യം എന്താണ്? ABCD is a rectangle. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഡയഗണൽസ് ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ABCD ഈസ് എ റെക്ടാംഗിൾ. ഈ തന്നിരിക്കുന്ന പാരലലോഗ്രാം എന്താന്ന് പ്രൂവ് ചെയ്യണം? റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ റെക്ടാംഗിൾ ആവാനുള്ള ബേസിക് കോൺസെപ്റ്റ് എന്താണ്? റെക്ടാംഗിൾ ഈസ് എ പാരലലോഗ്രാം. Rectangle is a parallelogram in which one angle is 90 degree. അപ്പോൾ ഇതിന്റെ ബേസിക് ലോജിക് എന്താണ്? ഈ റെക്ടാംഗിൾ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു പാരലലോഗ്രാം റെക്ടാംഗിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അതിൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ഒരു ആംഗിള് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പാരലലോഗ്രാമിനെ റെക്ടാംഗിൾ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ABC. ABD എന്ന് പറയുന്ന ട്രയാങ്കിളിനും ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനും ഒരു കോമൺ ബേസ് ഉണ്ട്, AB ബേസ് ചെയ്തിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഫോം ചെയ്തു. ഒന്ന് ABDയും പിന്നെ ABCയും. ഓക്കെ, ABDയും ABCയും. ഈ രണ്ട് ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, ഈ രണ്ട് ട്രയാങ്കിളും എന്താന്ന് കൊണ്ടുവരണം? കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരണം. കോൺഗ്രുവന്റ് ആണെന്ന് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം, ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആകുന്നത് എപ്പോഴാണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിളും ഈക്വൽ ആകുമ്പോഴല്ലേ. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആംഗിൾ 90 ഡിഗ്രി കൊണ്ടുവരണേ. ഒരു ആംഗിൾ 90 ഡിഗ്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോ ABDയും ABCയും, അതില് AB ഈക്വൽ ടു BA രണ്ടിനും കോമൺ സൈഡാണ്.
കോമൺ സൈഡ് ആണ്. എ ബിയും ബി എയും ഈക്വൽ ആണ്, കോമൺ സൈഡ് ആണ്. ഏതാ? എ ബി ഡി, എ ബി സി രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ സൈഡ് ആണ് എന്ത്? എ ബി. സോ എ ബി ഈക്വൽ ടു എ ബി എന്നോ എ ബി ഈക്വൽ ടു ബി എന്നോ കൊടുക്കും. ദോസ് ആർ കോമൺ സൈഡ്. ഇനി നമുക്ക് ഡയഗണൽസ് ഈക്വൽ എന്ന് പറയുന്നുണ്ടല്ലോ, തന്നിട്ടുള്ള കാര്യമല്ലേ, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അതെടുത്ത് എഴുതാം. എ സി ഈക്വൽ ടു ബി ഡി ഗിവൻ, തന്നിരിക്കുന്ന കാര്യമാണ് ഗിവൻ. ഓരോ സ്റ്റെപ്സ് എഴുതുമ്പോൾ അതിന് കാരണങ്ങളൊന്നും എഴുതി പോകണേ ബെറ്റർ ആണ് കേട്ടോ. ഇവിടെ എ ബിയും ബി എയും ഈക്വൽ ആണ്, കാരണം എന്താ? കോമൺ സൈഡ് ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണ്, കാരണം എന്താ? അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൻ, തന്നിട്ടുള്ള കാര്യമാണ്. വേറൊരു കാര്യമുണ്ട്, എന്താ? ഇവിടെ എ ഡിയും ബി സിയും ഈക്വൽ ആണ്. എന്തുകൊണ്ട് എ ഡിയും ബി സിയും ഈക്വൽ ആണ്? കാരണം ഹിയർ എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും, അല്ലെ? അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതൊക്കെയാണ്? എ ഡിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി സി ആണ്. അപ്പോൾ എ ഡിയോട് ഈക്വൽ ആയിട്ട് വരുന്നത് ബി സി തന്നെയാണ്. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി, അത് എഴുതാം. എ ഡി ഈക്വൽ ടു ബി സി അതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഈ രണ്ട് ട്രയാങ്കിളിന്റെയും 3 സൈഡ് വീതം എന്തായി? ഈക്വൽ ആയി. എ ബി ബി എയോട് ഈക്വൽ ആണ്, കോമൺ സൈഡ് ആണ്. എ സി ബി ഡി ഈക്വൽ ആണ്, തന്നിട്ടുണ്ട്. എ ഡി ബി സി ഈക്വൽ ആണ്, എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. അപ്പൊ 3 സൈഡും ഈക്വൽ ആയപ്പോൾ നമുക്ക് ഇതിൽ ഏത് റൂൾ യൂസ് ചെയ്യാം? ട്രയാങ്കിൾസിൽ കോൺഗ്രുവൻസ് റൂൾ പറയുമ്പോൾ 3 സൈഡ് ഈക്വൽ ആയിട്ടുള്ളതിനെ നമുക്ക് എന്താ പറയാ? എസ് എസ് എസ്. 3 സൈഡ് ഈക്വൽ അല്ലേ? ഇപ്പൊ എന്ത് കൊടുക്കാം? ബൈ എസ് 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 റൂൾ. ബൈ എസ് 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 റൂൾ എന്ത് പറയാം? ട്രയാങ്കിൾ ഏതാ? എ ബി ഡി, എ ബി ഡി is equal to triangle is congruent to triangle BAC. ഓക്കെ, എന്താണ്? ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ ബി എ സിയും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ സൈഡ് ഏതാ? ഇവിടുത്തെ എ സിയും ബി ഡിയും അല്ലായിരുന്നോ? ഈ ബി ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അല്ലേ ആംഗിൾ എ? ഇനി നമ്മൾ സി പി സി ടിയിലോട്ട് കയറുവാണേ. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി ഡി എന്താന്ന് പ്രൂവ് ചെയ്യണം? എ ബി സി ഡി റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എ ബി സി ഡി റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന പാരലലോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് കൊണ്ടുവന്നാൽ മതി. അപ്പോ എ ബി ഡിയും ട്രയാങ്കിൾ ബി എ സിയും കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. രണ്ട് ട്രയാങ്കിളിന്റെയും കോൺഗ്രുവൻസിക്ക് അനുസരിച്ച് 3 സൈഡുകൾ ഈക്വൽ ആയിട്ട് കൊണ്ടുവന്നു. എ ബി ഈക്വൽ ആണ്, എ ഡി ബി സി ഈക്വൽ ആണ്, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. ഈ എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് എന്ത്? ഈ കാണുന്ന ആംഗിൾ ബി. അതുപോലെ ബി ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ആംഗിൾ എ. എ സിയും ബി ഡിയും ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. എന്ത് കൊടുക്കാം? സി പി സി ടി, കറസ്പോണ്ടിങ് പെയർസ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ വരുമ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി പാരലൽ ലൈൻസിന്റെ പ്രത്യേകത പറഞ്ഞ എന്താണ്? പാരലൽ ലൈൻസിൽ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓർമ്മയുണ്ടോ? എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ? കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത രണ്ട് ആംഗിൾസ് ആണോ? അല്ല, ഒരു ട്രാൻസ്വേഴ്സൽ വരുന്നു. ഇവിടെ എ ഡിയും ബി സിയും പാരലൽ ആണ്. അതിൽ എ ബി എന്താണ്? ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. ഇവിടെ എന്ത് കൊടുക്കാം? എ ഡി ഈസ് പാരലൽ ടു ബി സി. അതില് എ ബി ഈസ് ദ ട്രാൻസ്വേഴ്സൽ.
AB is the transversal. AD is parallel to BC. AB is the transversal. AB transversal ആകുമ്പോൾ ഈ കാണുന്ന രണ്ട് ആംഗിൾസും എന്ത് ആംഗിൾസ് ആണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. എന്തുകൊണ്ടാണ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാൻ? ഒരു ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് ആണ്. ഈ എ ബി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലിന്റെ മുകളിലായിട്ട് ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് അല്ലേ അകത്ത് ഫോം ചെയ്ത ഈ രണ്ട് പാരലൽ ലൈൻസിന് അകത്ത് ഫോം ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് ഏതാ? എ ഡി ബി സി രണ്ട് പാരലൽ ലൈൻ ആണ്. എ ബി ട്രാൻസ്വേഴ്സൽ ആണ്. ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ മുകൾ ഭാഗത്തായിട്ട് രണ്ട് പാരലൽ ലൈനിന്റെയും അകത്ത് ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. ഈ രണ്ട് ആംഗിൾസും എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ കോ ഇന്റീരിയർ ആംഗിൾസിന്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് പറയുമ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് പറഞ്ഞു ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? കോ ഇന്റീരിയർ ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ദോസ് ആർ കോ ഇന്റീരിയർ ആംഗിൾസ്. ഇനി ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയ സ്ഥിതിക്ക് നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ന് കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആംഗിൾ ബിയുടെ വാല്യൂം ആംഗിൾ എയുടെ വാല്യൂം ഈക്വൽ ആണ്. ഇപ്പൊ ആംഗിൾ ബിക്ക് പകരം എനിക്ക് ആംഗിൾ എ എന്ന് കൊടുക്കാമല്ലോ, നോ പ്രോബ്ലം. ഇപ്പോ ഇത് രണ്ടും കൂടെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എത്ര ആംഗിൾ എ വരും? ആംഗിൾ എ പ്ലസ് ആംഗിൾ എ, ഒരു ചക്ക പ്ലസ് ഒരു ചക്ക രണ്ട് ചക്ക എന്ന് പറയുന്ന പോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ 2 ആംഗിൾ എ. 2 ആംഗിൾ എ ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്ര വരും? 180 by 2 that is equal to 90 ഡിഗ്രി. അപ്പോ എന്തായി? പ്രൂഫ് എന്തായി? എവിടം വരെ ആയി? പ്രൂഫ് നോക്കിയാല് നമുക്ക് ഓൾമോസ്റ്റ് സോൾവ് ആയി. എന്തായിരുന്നു? എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് വരയ്ക്കുന്ന വരെയാണ് ഡയഗണൽസ്. ഓക്കെ, ഈ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആണ്. ഈ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ കാണുന്ന പാരലലോഗ്രാം ഒരു റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിലുള്ള ഒരു കണ്ടീഷൻ എന്താണ്? റെക്ടാംഗിളിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ്സ് എ പാരലലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന പാരലലോഗ്രാമിന് പറയുന്ന പേരാണ് റെക്ടാംഗിൾ. ഓക്കെ, അപ്പോൾ ഇത് റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ പാരലലോഗ്രാമിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ട്രയാംഗിൾ ഫോർമുലേറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? ട്രയാംഗിൾ എ ബി ഡിയും ട്രയാംഗിൾ എ ബി സിയും. ട്രയാംഗിൾ എ ബി ഡിയും ട്രയാംഗിൾ എ ബി സിയും എടുത്തിട്ട് അതിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് എടുത്തെഴുതി. അതിൽ ആദ്യം നോക്കുമ്പോൾ എ ബിയും ബി എയും രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ സൈഡാണ് എ ബി, അത് ഈക്വൽ ആണെന്ന് എഴുതാം. രണ്ടാമത്തെ കാര്യം ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഗിവൻ തന്നിട്ടുള്ള കാര്യമാണ് എ സിയും ബി ഡിയും ഈക്വൽ ആണ്, ഡയഗണൽസ് ഈക്വൽ ആണ്. എ സി ഈക്വൽ ടു ബി ഡി ഗിവൻ തന്നിട്ടുണ്ട്. ഇനി ഒരു പാരലലോഗ്രാം ആയ സ്ഥിതിക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും അല്ലെ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡായിട്ട് എ ഡി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പോൾ എ ഡിയും ബി സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം, ദോസ് ആർ ഈക്വൽ. അപ്പോൾ SSS റൂൾ, മൂന്ന് സൈഡും ഈക്വൽ ആയിട്ട് വന്നില്ലേ? ഈ മൂന്ന് കേസിലും എന്താണ്? മൂന്ന് കേസിലും സൈഡ് തന്നെ വന്നേ. അപ്പോൾ സൈഡ് SSS റൂൾ ബേസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണ്. ഈ രണ്ട് ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പെയർസ് എടുക്കാം. കറസ്പോണ്ടിങ് പെയർസ് ഏതൊക്കെയാ വരിക? ദാറ്റ് ഈസ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി. നമുക്ക് ആവശ്യമുള്ള മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ആംഗിളിന് 90 ഡിഗ്രി കൊണ്ടുവരാനാണ്. ഈ രണ്ട് ട്രയാംഗിളിനും ഈ പാരലലോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ ബിയും ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഇനി ഒരു പാരലലോഗ്രാമിന്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് കോ ഇന്റീരിയർ ആംഗിൾ? ഒരു ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ നമുക്കിത്
അടുത്ത പ്രോബ്ലത്തിലോട്ട് മൂവ് ചെയ്യാം അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഷോ ദാറ്റ് ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ദ ഡയഗണൽസ് തമ്മിൽ, ഇത് റോംബസ് ആണെന്ന് പറയുന്നത്, ഇറ്റ്സ് എ പെർട്ടിക്കുലർ റോംബസ്. റോംബസും എന്താണ്? റോംബസ് ഈസ് ഓൾസോ എ പാരലലോഗ്രാം. റോംബസും എന്താണ്? ഒരു പാരലലോഗ്രാം തന്നെയാണ്. ബട്ട് ദ കണ്ടീഷൻ ഈസ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ 4 സൈഡ് ഉണ്ടെങ്കിൽ 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന പാരലലോഗ്രാമിന് പറയുന്ന പേരാണ് റോംബസ്. ഓക്കെ ഓക്കെ അപ്പൊ ഈ റോംബസിനെ സംബന്ധിച്ച് എന്താണ്? റോംബസില് ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഇവർ തമ്മിൽ കട്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എ സി എന്ന് പറയുന്ന ഡയഗണലും ബി ഡി എന്ന് പറയുന്ന ഡയഗണലും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെ? രണ്ടും 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, തൊട്ട് മുൻപ് പറഞ്ഞു എന്താണ്? ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ സിയും ബി ഡിയും പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. സോ O is the center of AC and O is the center of BD. പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു. അപ്പോ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഗിവൻ എന്താണ്? The diagonals of a rhombus are perpendicular to each other. Okay, here given that ABCD is a rhombus. തന്നിരിക്കുന്നത് ഒരു റോംബസ് ആണ്. ടു പ്രൂവ്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AC is perpendicular to BD. ACയും BDയും തമ്മിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതായത് ആംഗിൾ AOB ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ AOB അല്ലെങ്കിൽ ആംഗിൾ BOC എന്താണ്? 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. For that purpose, I am considering two triangles, triangle AOB and triangle BOC. Okay, in triangle AOB and triangle BOC, ഞാൻ പറഞ്ഞു ABCD എന്താണ്? ഒരു റോംബസ് ആണ്. റോംബസിന്റെ പ്രത്യേകത എന്താണ്? റോംബസ് is a parallelogram with all the sides are equal ആണേ. അപ്പോൾ ആ ഒരു ലോജിക് ഉണ്ടാവണേ. റോംബസ് എന്ന് പറയുന്നത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാമിനെയാണ് റോംബസ് എന്ന് പറയുക. ഇനി രണ്ടാമതൊരു ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നു. അതായത് O is the midpoint of AC as well as BD. O എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്, BD-യുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. അത് തന്നെ, AB ഈക്വൽ ടു BC. കാരണം എന്താ? ABയും BCയും ഈക്വൽ ആകാൻ കാരണം എന്താ? ദാ ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും ഈക്വൽ ആകാൻ കാരണം എന്താ? യെസ്, സൈഡ്സ് ഓഫ് ദി റോംബസ്. സൈഡ്സ് ഓഫ് റോംബസ്. റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ABCD റോംബസ് ആണ്. ABCD റോംബസ് ആകുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന രണ്ട് സൈഡുകളാണ് ABയും BCയും. ABയുടെ ലെങ്തും BCയുടെ ലെങ്തും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി OA ഈക്വൽ ടു OC. OAയും OCയും ഈക്വൽ ആണ്. കാരണം എന്താ? ഡയഗണൽസ് ഓഫ് ദി പാരലലോഗ്രാം, ഡയഗണൽസ് ഓഫ് ദി റോംബസ്. റോംബസ് ഒരു പാരലലോഗ്രാം ആണ്. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ OAയും OCയും ഈക്വൽ ആണ്. ദെൻ കോമൺ ഒരു സൈഡ് ഉണ്ടല്ലോ, OB ഈക്വൽ ടു BO. OB ഈക്വൽ ടു OB എന്ത് കൊടുക്കാം? കോമൺ സൈഡ് എന്ന് കൊടുക്കാം.
കോമൺ സൈഡ്. ഇവിടെയും എന്ത് റൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെയും എന്ത് റൂളാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ എ ബി ഈക്വൽ ടു ബി സി അതൊരു സൈഡാണ്, ഒ എ ഈക്വൽ ടു ഒ സി അതും മറ്റൊരു പെയർ ഓഫ് സൈഡാണ്, ദെൻ ഒ ബി ഈക്വൽ ടു ഒ ബി അതും മറ്റൊരു പെയർ ഓഫ് സൈഡാണ്. അപ്പം സൈഡ് സൈഡ് സൈഡ്, ഇവിടെയും സൈഡാ വന്നിരിക്കുന്നത്, ഇവിടെയും സൈഡാ വന്നിരിക്കുന്നത്, ദാ ഈ കാണുന്നതും സൈഡ്സ് തമ്മിലുള്ള പെയറാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഏത് റൂൾ യൂസ് ചെയ്യാം? സൈഡ് 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 അല്ലെങ്കിൽ SSS റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ബൈ SSS congruence rule we can say that triangle AOB is congruent to triangle BOC. triangle AOB യും triangle BOC യും എന്താണ്? കോൺഗ്രുവന്റ് ആണ്, സെയിം ആണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇത് തമ്മിലുള്ള ആംഗിൾ AOB 90 ഡിഗ്രി എന്ന് ഉണ്ടെന്നാൽ മതി. ഓക്കെ, ഇവിടെ ഒരു കാര്യം നോക്കിക്കേ, AB എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ AOB. അതുപോലെ BC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് BOC. ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? CPCT. അത് തന്നെ, CPCT. എന്താണ് CPCT? കറസ്പോണ്ടിങ് പെയർസ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അതായത് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ ആ ട്രയാങ്കിളിന് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആണേ, അങ്ങനെയാണെങ്കിൽ ABക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ AOB ഈക്വൽ ടു BCക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ BOC. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ BOC. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുണ്ടല്ലോ, ഇത് രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്ത ആംഗിൾ അല്ലേ? ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? യെസ്, ലീനിയർ പെയർ ആക്സിയം. ഈ ലീനിയർ പെയർ എന്ന് പറയുന്നത് എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫോം ചെയ്യുന്ന അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ബൈ ലീനിയർ പെയർ ആക്സിയം. Linear pair axiom LPA refers to angle AOB plus angle BOC equal to 180 degree. ഓക്കെ ആണേ, ആംഗിൾ AOBയും ആംഗിൾ BOCയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ഇനി എനിക്ക് ആംഗിൾ BOCക്ക് പകരം എനിക്ക് ആംഗിൾ AOB എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് CPCT വെച്ചിട്ട്, കറസ്പോണ്ടിങ് പെയർസ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ AOB പ്ലസ് ആംഗിൾ AOB ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പൊ എന്തായി? രണ്ട് ആംഗിൾസും സെയിം അല്ലേ? 2 ആംഗിൾ AOB ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ AOB എത്ര വരും? ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഹെൻസ് പ്രൂവ്ഡ്. എന്താ പ്രൂവ് ചെയ്തേ? ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? ഒരു റോംബസിന്റെ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതായത് AC-യും BD-യും ABCD എന്ന് പറയുന്ന റോംബസിന്റെ ഡയഗണൽസ് ആണ്. ഈ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി വരണം. ഈ 90 ഡിഗ്രി വരാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ആംഗിൾ ആദ്യം ഈക്വൽ ആക്കി. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾ ആദ്യം സെലക്ട് ചെയ്തത്. ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്ന് 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് എഴുതി. ഈ 3 സൈഡ്സ് ഈക്വൽ ആണെന്നത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കിട്ടി? നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്നും അതിന്റെ CPCT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് എഴുതി. ഏതാ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി ലീനിയർ പെയർ ആക്സിയം ഓർമ്മയുണ്ടോ? ആ ലീനിയർ പെയർ ആക്സിയം ബേസ് ചെയ്തിട്ട് ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. അങ്ങനെ വരികയാണെങ്കിൽ 2 ആംഗിൾ AOB ഈക്വൽ ടു 180 എന്നും ആംഗിൾ AOB ഈക്വൽ ടു 90 ഡിഗ്രി എന്നും കിട്ടും. 180യുടെ ഹാഫ് 90 അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? AC and BD bisect at 90 degree or bisect at right angles. ഓക്കെ, ഒന്ന് നോക്കിക്കേ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഈ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഷോ ദാറ്റ് the bisectors of the
ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം ഫോം എ റെക്ടാംഗിൾ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് തല പുകഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസിയാണ്, എളുപ്പം ചെയ്തു പോകാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ ദാറ്റ് ദി ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി പാരലലോഗ്രാം ഫോം എ റെക്ടാംഗിൾ. എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ ആംഗിൾസിന്റെ ബൈസെക്ടേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്നത് ജോയിൻ ചെയ്താൽ റെക്ടാംഗിൾ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എങ്ങനെ? ഇത് റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ഇത് റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുക? റെക്ടാംഗിൾ ആണെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? റെക്ടാംഗിൾ ആകണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പി ക്യു ആർ എസും മറ്റൊരു പാരലലോഗ്രാം ആയിരിക്കണം. അത് മാത്രമല്ല ഒരു ആംഗിള് 90 ഡിഗ്രി വരണം. ഓക്കെ, ഒരു ആംഗിള് 90 ഡിഗ്രി വരണം. എങ്ങനെയാ കിട്ടുക? നമുക്ക് ആദ്യം ആംഗിൾ എ, ഇത് എ ബി സി ഡി എന്താണ് ഗിവൻ, തന്നിരിക്കുന്ന കാര്യം എന്താണ്? എ ബി സി ഡി ഈസ് എ റെക്ടാംഗിൾ. എ ബി സി ഡി ഈസ് എ റെക്ടാംഗിൾ. പിന്നെന്താണ്? എ പി, ബി പി, സി ആർ, ഡി ആർ ഇതെല്ലാം എന്താണ്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണ്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആർ ഡ്രോൺ. ആംഗിൾ bisectors are drawn. ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം? പി ക്യു ആർ എസ് ഈസ് എ റെക്ടാംഗിൾ. ടു പ്രൂവ് പി ക്യു ആർ എസ് ഈസ് എ റെക്ടാംഗിൾ. ഓക്കെ, പി ക്യു ആർ എസ് എന്താന്ന് പ്രൂവ് ചെയ്യണം? റെക്ടാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അതിനാദ്യം എ ബി സി ഡി എന്താണ്? ഇറ്റ്സ് നോട്ട് എ റെക്ടാംഗിൾ, സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് നോട്ട് എ റെക്ടാംഗിൾ, ഇറ്റ്സ് എ പാരലലോഗ്രാം. എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഓക്കെ, എ ബി സി ഡി എന്താന്ന് പറഞ്ഞു? ഇറ്റ്സ് എ പാരലലോഗ്രാം. പാരലലോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കോ ഇന്റീരിയർ ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ് ഇതിപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഓരോ കോൺസെപ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, നമുക്ക് കോ ഇന്റീരിയർ ആംഗിൾസ് ബേസ് ചെയ്ത് നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. ആംഗിൾ എയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ഡിയും ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഇനി ആംഗിൾ എയും ആംഗിൾ ഡിയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഇനി ഞാൻ നേരെ ചെയ്യുന്നു, ഇതിന്റെ ഹാഫ് എടുക്കുന്നു. ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ഡി ഈക്വൽ ടു ഹാഫ് ഓഫ് 180 ഡിഗ്രി. എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എല്ലാത്തിൻ്റെയും എന്തെടുത്തു? ഹാഫ് എടുത്തു. ആംഗിൾ എയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇതൊരു ഹാഫ്, ഇത് മറ്റൊരു ഹാഫ്, ഇതൊരു ഹാഫ്, ഇത് മറ്റൊരു ഹാഫ്, അല്ലേ? അപ്പോൾ ആംഗിൾ എയുടെ ഹാഫ് ആയിട്ട് ആംഗിൾ ഡി എ എസ് എന്ന് കൊടുത്തു. ആംഗിൾ ദാസ്. ഓക്കെ, ആംഗിൾ ഡി എ എസ്. ആംഗിൾ ഡിയുടെ ഹാഫ് ആയിട്ട് ആംഗിൾ എ ഡി എസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ദാസും ആംഗിൾ എ ഡി എസും. ഓക്കെ, ആംഗിൾ ഡി എ എസ് എന്ന് പറയുന്നത് അതാ ഈ കാണുന്ന ആംഗിൾ ആണ്. ആംഗിൾ ഡി എ എസും ആംഗിൾ എ ഡി എസും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി വരും. കാരണം എന്താ? 180യുടെ ഹാഫ് അല്ലേ? ഇതിന്റെ മൊത്തത്തിൽ നമ്മൾ ഹാഫ് അല്ലേ എടുത്തേ? ആംഗിൾ എയുടെ ഹാഫ് ആംഗിൾ ഡി എ എസ് എന്ന് കൊടുത്തു, ആംഗിൾ ഡിയുടെ ഹാഫ് ആംഗിൾ എ ഡി എസ് എന്ന് കൊടുത്തു.
ആംഗിൾ 180യുടെ ഹാഫ് 90 ഡിഗ്രി വന്നു. ഇനി ഞാൻ ദാ ഈ ഒരു ട്രയാങ്കിൾ ഏതാ, ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഏതാ, ADS എന്ന് പറയുന്നത് അല്ലെങ്കിൽ DAS എന്ന് പറയുന്നത് ദാസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വന്നു? 90 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എസ് എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? ഇൻ ട്രയാങ്കിൾ ദാസ് DAS, ദാസ് എന്ന് തന്നെ നടക്കട്ടെ, ആ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ASD വിൽ ബി ഈക്വൽ ടു 180 മൈനസ് ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ പോരെ? ആ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90. 180 മൈനസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു 90 ഇറ്റ്സെൽഫ്. അപ്പോൾ ആംഗിൾ ASD എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പഠിച്ച ഓർമ്മയുണ്ടോ? അത് തന്നെ, എക്സ് രൂപത്തിൽ വരുന്നത്. അങ്ങനെയാണ് ദാ ഇതും എക്സ് രൂപത്തിലല്ലേ കിടക്കുന്നത്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ദാ ഇതും എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ അല്ലേ വരിക, അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തും എത്ര തന്നെ വരിക? 90 ഡിഗ്രി തന്നെ വരിക. അത് ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഓക്കെ. അതുപോലെ സെയിം പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാം. ദാ ഇവിടെ 90 ഡിഗ്രി വരും. ദാ ഈ കാണുന്നത് എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എസ്, ആംഗിൾ PSR ഈക്വൽ ടു ആംഗിൾ ASD ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, VOA refers to vertically opposite angles. അപ്പോൾ ആംഗിൾ ASDയും ആംഗിൾ PSRും, ASD എന്ന് പറയുന്ന ഈ കാണുന്ന ആംഗിൾ ആണ്, PSR എന്ന് പറയുന്ന ഈ കാണുന്ന ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബോത്ത് ആർ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ. ഓക്കെ. VOA refers to vertically opposite angles, none other than vertically opposite angles. ഓക്കെ. സെയിം പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിലും ഈ രണ്ട് ആംഗിൾസ് കൊണ്ടുവരാമല്ലോ. Similarly, we can show that അത് ഒന്നുകൂടെ ഒരേ പാറ്റേൺ ആയതുകൊണ്ട് ഒന്നുകൂടെ അതേപടി വലിച്ചു വാരി എഴുതണമെന്നൊരു നിർബന്ധമില്ല. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിമിലർലി. വി ക്യാൻ ഷോ ദാറ്റ് ആംഗിൾ ഏതായിരുന്നത്? BQC, ആംഗിൾ BQC ഈക്വൽ ടു ആംഗിൾ PQR, ബോത്ത് ആർ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ ആണേ? രണ്ടും എത്ര ഡിഗ്രി വന്നു? 90 ഡിഗ്രി കൊടുക്കാം. ഇനിയോ? അപ്പോൾ ഇത് 90 ഡിഗ്രി വന്നു. ദായി കാണുന്നതും എത്ര വന്നു? 90 ഡിഗ്രി വന്നു. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ PQRS എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലാണ്. ആ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് കൊണ്ടുവരണം? ദാറ്റ്സ് എ പാരലലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ഒരു റെക്ടാംഗിൾ, PQRS എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. ഇത്രയും ചെയ്തൊന്ന് നോക്കിക്കേ. ക്ലിയർ ആയില്ലേ? ഇനി സെയിം പാറ്റേണിൽ നമുക്ക് എന്താ ഇവിടെ ഹാഫ് ഓഫ് ബി വരുന്നുണ്ട്, ഇവിടെയും ഒരു ഹാഫ് ഓഫ് ബി വരുന്നുണ്ട്. നമുക്ക് ആംഗിൾ A, ഇത് ഇത്രയും ഒരു കോൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെയും കാരണം എന്താ? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ കോ ഇന്റീരിയർ ആംഗിൾസ് വന്നപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഞാൻ സെയിം പാറ്റേണിൽ ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ഓഫ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രിയുടെ ഹാഫ്. 180യുടെ ഹാഫ് എത്ര വരിക? 90 ഡിഗ്രി. സോ ഹാഫ് ഓഫ് ആംഗിൾ എ ഞാൻ എന്താ APB എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ആംഗിൾ BAP പ്ലസ് ആംഗിൾ ബിയുടെ ഹാഫ് ആയിട്ട് ആംഗിൾ ABP ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ. ആംഗിൾ BAPയും ABPയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും എന്നെഴുതി. ഇനി ആംഗിൾ BAP പ്ലസ് ആംഗിൾ ABP ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ആംഗിൾ പിയും എത്ര കൊണ്ടുവരാം? 90 ഡിഗ്രി ആണെന്ന് കൊണ്ടുവരാമല്ലോ, ഇല്ലേ? ആംഗിൾ
P will be equal to 180 minus these two angles, that is 90 degree, which is equal to 90 degree itself. അപ്പോൾ ആംഗിൾ പി കിട്ടിയ 90 ഡിഗ്രി ആണ്, ആംഗിൾ എസും ആംഗിൾ ക്യൂവും 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ എത്രയായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഓൾസോ 90 ഡിഗ്രി. We know that angle P plus angle Q plus angle R plus angle S equal to 360 degree. കാരണം എന്താ, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി പി ക്യു ആർ എസ് എന്ന് പറയുന്നതിനകത്ത് ആംഗിൾ ആറ് മാത്രമാണ് നമുക്ക് കിട്ടാത്തത്, ബാക്കിയുള്ള എല്ലാം നമുക്ക് കിട്ടി അല്ലേ? പി കിട്ടി, ക്യൂ കിട്ടി, എസും കിട്ടി. അപ്പോൾ 90 ആംഗിൾ ആർ പ്ലസ് 270 ഈക്വൽ ടു 360. അപ്പോൾ ആംഗിൾ ആർ ഈക്വൽ ടു 360 മൈനസ് 270 എത്ര വരും? ആംഗിൾ ആർ ഈക്വൽ ടു 90 ഡിഗ്രി. ഇത്രയൊന്നും ലോജിക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒബിയസ്ലി ആംഗിൾ ആർ എത്ര തന്നെ വരുള്ളൂ? 90 ഡിഗ്രി തന്നെ വരുള്ളൂ. അപ്പോൾ ഇത്രയൊന്നും കറങ്ങി എഴുതണ്ട. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്ന് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്തെടുത്തെഴുതാം? വിച്ച് ഇംപ്ലൈസ് ആംഗിൾ ആർ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ആറും എത്ര ഡിഗ്രി വരുള്ളൂ? 90 ഡിഗ്രി തന്നെ വരുള്ളൂ. സോ വിച്ച് ഇംപ്ലൈസ് പി ക്യു ആർ എസ് ഈസ് എ റെക്ടാംഗിൾ. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആവുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് റെക്ടാംഗിൾ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പി ക്യു ആർ എസ് ഇസ് എ റെക്ടാംഗിൾ. പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്തതാണ്? എ ബി സി ഡി എന്ന് പറയുന്ന പാരലലോഗ്രാമിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ കിട്ടിയ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് പി ക്യു ആർ എസ്. ഒബിയസ്ലി ഈ പി ക്യു ആർ എസും എന്ത് തന്നെ വരുള്ളൂ? പാരലലോഗ്രാമിന്റെ കോൺസെപ്റ്റിലേ വരുള്ളൂ. കാരണം എ പിയും ബി പി ക്യു ആർ ഡി ആർ സി ആർ ഇതെല്ലാം എന്താണ്? ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് കൂട്ടി യോജിക്കുമ്പോൾ കിട്ടുന്നതും ഇത് രണ്ടും പാരലൽ ആയിരിക്കും, ഇത് രണ്ടും പാരലൽ ആയിരിക്കും. ഓക്കെ, ഈ കിട്ടുന്ന പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി കൊണ്ടുവന്നാൽ മതി. ഇതിന് നമ്മൾ നേരെ തിരിച്ചുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഈ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു റെക്ടാംഗിൾ ആണ് എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ചെയ്തൊന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് show that if the diagonals of a quadrilateral are equal, then bisect each other at right angles, then it is a square. നേരത്തെ ചെയ്തതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്? The diagonals of a quadrilateral are equal. If the diagonals of this particular quadrilateral are equal and bisect each other at right angles, then it is a square. ഇതൊരു സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ കേസിൽ എന്തായിരുന്നു? ഇത് തമ്മിൽ ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. Here we have to show that this particular quadrilateral is a square, bisect each other at right angles. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം എന്താ? Given തന്നിരിക്കുന്ന കാര്യം എന്താണ്? AC and BD bisect each other at right angles. Diagonals അല്ലേ AC and BD bisect each other at right angles. To prove, ഇത് രണ്ടും എല്ലായ്പ്പോഴും ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലായ്പ്പോഴും എഴുതി പോകേണ്ട ഒരു പാറ്റേൺ ആണ്. ഒരു തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം എടുത്തെഴുതുക, എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് ABCD is a square. ABCD is a square. ഈ തന്നിരിക്കുന്ന ABCD എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സ്ക്വയർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? It should be a parallelogram.
അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ പാറ്റേണിലായിരിക്കണം. ആൻഡ് ഓൾ ദ സൈഡ്സ് ഷുഡ് ബി ഈക്വൽ. എല്ലാ സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ ബി, ബി സി, സി ഡി, എ ഡി ഇതെല്ലാം എന്തായിട്ട് വരണം? ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? എ ബിയും സി ഡിയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. ആൻഡ് ഇനിയോ അത് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം കൺസിഡറിങ് ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ ബി ഒ സി. ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ ബി ഒ സിയും കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഒ എ ഈക്വൽ ടു ഒ സി. ഒ എ ഈക്വൽ ടു ഒ സി എന്തുകൊണ്ടാ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. Diagonals bisect each other. So OA and OC are equal. പിന്നെന്താ? Angle AOB equal to angle BOC. Both 90 degree. രണ്ടും 90 ഡിഗ്രി ആണ്. AOB എന്ന് പറയുന്ന ആംഗിളും AOB എന്ന് പറയുന്ന ആംഗിളും BOC എന്ന് പറയുന്ന ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനിയോ OB ഈക്വൽ ടു OB എന്താ? കോമൺ സൈഡ്. കോമൺ സൈഡ് ആണ് ഒ ബി എന്ന് പറയുന്നത്, ഇതിന്റെ കോമൺ സൈഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ് എന്ന് പറയാം. ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ ബി ഒ സിയും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തേ? ഈ രണ്ട് ട്രയാങ്കിളില് സൈഡ്സ് ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നാൽ മതി. എ ബി, ബി സി, സി ഡി, എ ഡി ഇതെല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോ എ ബിയും ബി സിയും ഈക്വൽ ആണെന്ന് കൊണ്ടുവരലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അതില് ഒ എയും ഒ സിയും ഈക്വൽ ആണ്. കാരണം ഒ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്. ഒ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ആംഗിൾ എ ഒ ബിയും ആംഗിൾ ബി ഒ സിയും ബോത്ത് ആർ 90 ഡിഗ്രി ആൻഡ് ഒ ബി ഈസ് ഈക്വൽ ടു ഒ ബി. ബോത്ത് ആർ ദ കോമൺ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതിൽ നിന്ന് നമുക്ക് ഇതെന്താണ്? ഇതൊരു സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് വൺ റെപ്രസെന്റ് ആൻ ആംഗിൾ ആൻഡ് ദിസ് വൺ റെപ്രസെന്റ്സ് അനദർ സൈഡ്. ഇപ്പൊ ഇത് ഏത് റൂളാണ്? എന്ത് റൂളാണ് വരിക? SAS, സൈഡ് ആംഗിൾ സൈഡ്. രണ്ട് സൈഡും ഏതൊക്കെയാണ്? രണ്ട് സൈഡ് വരിക ഈ രണ്ട് പെയർ ഓഫ് സൈഡ്സും ഈ രണ്ട് സൈഡ് തമ്മിൽ ചേരുന്ന ആംഗിളും ഈക്വൽ ആയിട്ട് വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എന്ത് റൂൾ യൂസ് ചെയ്യാം? ബൈ SAS റൂൾ we can say that these two triangles are congruent. Triangle AOB is congruent to triangle BOC. ഇനി അതിന്റെ കറസ്പോണ്ടിങ് പെയർ ആയിട്ട് എന്തെഴുതാം? കറസ്പോണ്ടിങ് പെയർ ആയിട്ട് എന്തെഴുതാം? ഈ ആംഗിൾസിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ്. എന്താണ് കറസ്പോണ്ടിങ് പെയർസ് എന്ന് പറയുന്നത്? ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾ എ ഒ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എ ബി ആണ്. ബി ഒ സിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി സി ആണ്. അപ്പോ എ ബിയും ബി സിയും എന്താണ്? ഈക്വൽ ആണ്. അതിന് റീസൺ എന്തെഴുതാം? CPCT എന്ന് എഴുതാം. CPCT refers to corresponding pairs of congruent triangle. ഓക്കെ, അപ്പോ എ ബി സി ഡി സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എത്തിച്ചാൽ മതിയോ? പോരാ. എ ബി ബി സിയോട് ഈക്വൽ ആയതുപോലെ തന്നെ ബി സിയും സി ഡിയും ഈക്വൽ ആയിരിക്കണം, സി ഡിയും എ ഡിയും ഈക്വൽ ആയിരിക്കണം, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ആൻഡ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. From this point we can say that consider in triangle BOC and triangle COD.
ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് വരിക. എന്തുകൊണ്ടാ? ഇവിടെ ഒ ബിയും ഒ ഡിയും ഈക്വൽ ആണ്. ഒ ബി ഈക്വൽ ടു ഒ ഡി, ഒ ബിയും ഒ ഡിയും ഈക്വൽ ആണ്. ഇനിയോ ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി, ബോത്ത് ആർ 90 ഡിഗ്രി, ബോത്ത് 90 ഡിഗ്രി. ഇവിടെയോ ഒ സി ഈക്വൽ ടു ഒ സി, കോമൺ സൈഡ്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം, which implies triangle BOC is congruent to triangle COD. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ദാ ഈ കാണുന്ന ട്രയാങ്കിളും ഈ കാണുന്ന ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഈ രണ്ട് ആംഗിൾസും എത്ര വീതം? 90 ഡിഗ്രി വീതമാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് വരാം? ബി സി ഈക്വൽ ടു സി ഡി ബൈ സി പി സി ടി. ഇപ്പൊ എന്തായി? അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കിക്കേ. If the diagonals of a quadrilateral are equal, then bisect each other at right angles, then it is a square. ഈ തന്നിരിക്കുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ if opposite sides are equal, then we can make sure that those two sides are parallel. എ ബി സി ഡി ഒരു പാരലലോഗ്രാം എന്ന് പറയാം. അതിനോട് കണക്ട് ചെയ്തിട്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് വെച്ചിട്ട് എ ബി സി ഡി ഒരു സ്ക്വയർ ആണെന്ന് പറയാം. ഇത് ഇനി ഒരുപാട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണെന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്താണ് ബേസിക് കോൺസെപ്റ്റ്? എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം അല്ലെ? എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? സിമിലർലി we can show that AB equal to BC equal to CD equal to AD. നാല് സൈഡ്സും ഈക്വൽ ആണെന്ന് കൊണ്ടുവരാം, which implies ABCD is a square. ഓക്കെ, അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണെന്നും ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആണെന്നും എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് എ ബി സി ഡി ഈസ് എ സ്ക്വയർ. ഓക്കെ.